നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിൽ താലൂക്ക് കച്ചേരി ജംഗ്ഷന് സമീപം കോൺവെന്റ് റോഡിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഒരു കാലത്ത് കൊല്ലം നഗരത്തെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അവകാശ സമരത്തിന്റെ പോരാട്ട ഭൂമിയായിരുന്ന പാർവതി മില്ല്. ആ പാർവതി മില്ല് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്ക് ആശ്രയമാകേണ്ടിയിരുന്ന മില്ലും പരിസരവും ഇന്ന് കാട് പിടിച്ച് പ്രദേശത്തെ ജനതയ്ക്ക്, പരിസരത്ത് താമസിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഏഴജന്തുക്കളുടെയും മറ്റും ശല്യവും ഉൾപ്പെടെ നാശത്തിന്റെ വക്കിലാണ്. നമുക്ക് ഇന്ന് പരിചയപ്പെടാം പാർവതി മില്ല്. ഡെറാക്സ് എന്ന ബ്രിട്ടീഷ് വ്യവസായിക്ക് ഡെറാക്സ് ആൻഡ് മിൽസ് എന്ന വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിനായി കൊല്ലം നഗരത്തിൽ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് തിരുവിതാംകൂർ മഹാരാജാവായ ഹിസ് ഹൈനിസ് വിശാഖം തിരുനാൾ വിട്ടു നൽകിയ 16.5 ഏക്കർ സ്ഥലമാണ് ഇന്ന് കാട് പിടിച്ച് അനാഥമായി കിടക്കുന്ന പാർവതി മില്ല് എന്നറിയപ്പെടുന്ന, ഒരു കാലത്ത് കൊല്ലം നഗരത്തെ ഉറക്കുവാനും ഉണർത്തുവാനുമുള്ള സൈറൻ മുഴങ്ങിയിരുന്ന ജില്ലയിലെ ആദ്യത്തെ യന്ത്രവൽകൃത വ്യവസായ സ്ഥാപനം. മിൽ വ്യവസായമെന്ന മോഹവുമായി വന്ന ഡെറാക്സിന് ഭൂമിയോടൊപ്പം ചന്ദനമണമുള്ള വിലപിടിപ്പുള്ള അകിൽത്തടികളും പാരിതോഷികങ്ങളും നൽകി വിശാഖം തിരുനാൾ പൂർണ്ണ പിന്തുണ അറിയിച്ചു. ആവി എഞ്ചിന്റെ സഹായത്തോടെയായിരുന്നു ആദ്യകാല പ്രവർത്തനം. കുറച്ചു കാലത്തിനു ശേഷം ഡെറാക്സിൽ നിന്നും മറ്റൊരു വ്യവസായി ഏറ്റെടുത്തുവെങ്കിലും 1906 സൗത്ത് ഇന്ത്യൻ കോട്ടൺ കോർപ്പറേഷൻ അത് തിരിച്ചു പിടിച്ചു. 1920 പ്രവർത്തനം നിലച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം 1932 ലേലത്തിന് വെച്ച മില്ല് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശികളായ അമൃതലാലും ധൃതലാലും ചേർന്ന് വിലയ്ക്ക് വാങ്ങി പ്രവർത്തനം പുനരാരംഭിച്ചു. രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങൾ വെച്ച് അതിന് AD കോട്ടൺ മില്ലെന്ന് പേരിട്ടു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ഈറോഡ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ആദ്യകാലത്ത് പഞ്ഞി കൊണ്ടുവന്നിരുന്നത്. പിന്നീട് അത് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും എത്തിക്കുവാൻ തുടങ്ങി. 2000-ഓളം ജീവനക്കാരായിരുന്നു അന്ന് പണിയെടുത്തിരുന്നത്. സ്വാഭാവികമായും തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ പോർനിലമായും മില്ലും പരിസരവും മാറിയിരുന്നു. AD കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ സമരപാരമ്പര്യമുള്ളവരായിരുന്നു. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾക്കു നേരെ പോലീസ് വെടിവെക്കുകയും ലക്ഷ്മണൻ എന്ന തൊഴിലാളി രക്തസാക്ഷിയാവുകയും ചെയ്തു. C. കേശവൻ, N. ശ്രീകണ്ഠൻ നായർ, കുമ്പളത്ത് ശങ്കുപിള്ള, TK ദിവാകരൻ, RS ഉണ്ണി തുടങ്ങി പ്രബലരായ തൊഴിലാളി നേതാക്കൾ AD കോട്ടൺ മിൽ കേന്ദ്രീകരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. ഒരിക്കൽ മാനേജ്മെന്റിന്റെ വാക്കും കേട്ട് തൊഴിലാളികളെ മർദ്ദിച്ച മരിയാഭൂതം എന്ന ഇൻസ്പെക്ടറെ N. ശ്രീകണ്ഠൻ നായർ പൊക്കിയെടുത്ത് നിലത്ത് കുത്തിയതും ചരിത്രം. 1957 തമിഴ്നാട് സ്വദേശി നാഗരാജ ചെട്ടിയാർ മില്ല് വാടകയ്ക്കെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. അതോടെ മില്ലിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നൽകി. അങ്ങനെയാണ് അത് പാർവതി മില്ലായത്. 1972 കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെട്ടിയാരിൽ നിന്നും മില്ല് ഏറ്റെടുക്കുകയും 1974 അത് നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കൈമാറുകയും ചെയ്തു. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ കയ്യിലെത്തിയതോടെ മില്ലിന്റെ നാശം ആരംഭിച്ചു. 2008 പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു. മില്ലിൽ ഇപ്പോഴുള്ളത് പിരിഞ്ഞു പോകാത്ത 18 അംഗീകൃത തൊഴിലാളികളും ജോലിയിലിരിക്കെ മരണപ്പെട്ടു പോയവരുടെ ആശ്രിതരായ 6 തൊഴിലാളികളുമാണ്. അവർ രാവിലെ തന്നെ വന്ന് ഒപ്പുവെച്ച് മടങ്ങും. 12,000 രൂപയാണ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നത്. ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന പാർവതി മില്ലിന്റെ സൈറൻ മുഴങ്ങുന്നത് കേട്ട് സമയം നിശ്ചയപ്പെടുത്തിയിരുന്ന ഒരു സമൂഹം ഈ നഗരത്തിൽ ജീവിച്ചിരുന്നു. മില്ലിന്റെ സൈറനുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു കഥ തന്നെയുണ്ട്. അക്കാലത്തെ കൊല്ലം പട്ടണത്തിലെ പ്രമുഖരിൽ ഒരാളായിരുന്ന കൊച്ചുകായിക്കര MKA മുഹമ്മദ് കുഞ്ഞ് കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയാൻ പോയി. എപ്പോഴാണ് സംഭവം കണ്ടതെന്ന് ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു. കൃത്യം 6 മണിക്കായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതത്ര കൃത്യമായി പറയാൻ എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളതെന്ന് ജഡ്ജിയുടെ ചോദ്യം.
അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, 6 മണിക്കാണ് കാട്ടം മില്ലിൽ ഊത്ത് കേൾക്കുന്നത്. പറഞ്ഞതങ്ങനെയാണെങ്കിലും അതിൽ തന്നെ അപമാനിച്ചു എന്ന് തോന്നിയ ജഡ്ജി അദ്ദേഹത്തിന് 10 രൂപ അപരാധം വിധിച്ചു. അതിൽ പ്രകോപിതനായ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് 20 രൂപ കൊടുത്തിട്ട് ഒന്നുകൂടി ജഡ്ജിയെ പ്രകോപിപ്പിച്ചു എന്നാണ് കഥ. 2000-ഓളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മില്ലിനോടൊപ്പം വളർന്നിരുന്നു. മില്ലിന്റെ തകർച്ച ആ കുടുംബങ്ങളെയും ബാധിച്ചു. ഇനിയും സൈറൻ മുഴങ്ങുമെന്നുള്ളത് ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണികളുടെ നടക്കാത്ത സ്വപ്നമായി എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. കാരണം അതിൽ പ്രധാനപ്പെട്ട കെട്ടിടമായ റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽക്കൂര നിലംപതിച്ചിട്ട് നാളുകളേറെയായി. മറ്റുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ വലിയ രീതിയിൽ ആൽമരങ്ങൾ വളരുന്നു. പ്രദേശമാകെ കാട് പിടിച്ചിരിക്കുന്നു. ടെക്സ്റ്റൈൽ പാർക്ക്, മെഡിക്കൽ കോളേജ്, അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ഒരു പക്ഷി സങ്കേതം എന്നിങ്ങനെ പലവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്നുവെങ്കിലും ചരിത്രപ്രസിദ്ധമായ കൊല്ലം നഗരത്തിന്റെ ഗതിമാറ്റാൻ കഴിയുന്ന 500 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന 16.5 ഏക്കർ സ്ഥലവും അകിൽത്തടികളും പാർവതി മില്ലിന്റെ ചരിത്രവും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ യന്ത്രങ്ങൾക്കൊപ്പം തുരുമ്പെടുത്തുകൊണ്ടേയിരിക്കുന്നു. പാർവതി മില്ലിലെ തൊഴിലാളികളെപ്പോലെ നടക്കാത്തതാണെങ്കിൽ കൂടി അവിടുത്തെ സൈറൻ കേട്ട് ഉറങ്ങി ഉണരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. കഥകൾ ഇവിടെയും അവസാനിക്കുന്നില്ല, കാഴ്ചകളും.